സുരക്ഷ അതികർശനമായിട്ടാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പരിശോധന നടക്കുന്നുണ്ട് എല്ലായിടത്തും തന്നെ. അത് ഡൽഹിയിലുടനീളം പ്രകടമാണ്. മറ്റിടങ്ങളിലേക്ക് ഇപ്പോൾ മെട്രോ സിറ്റികളായിട്ടുള്ള ബംഗളൂരു ആയാലും കൊൽക്കത്ത ആയാലും മുംബൈ ആയാലും എല്ലാം ഈ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഒപ്പം ഡൽഹിക്ക് അടുത്തുള്ള സമീപ സംസ്ഥാനങ്ങളിലും സമാനമായിട്ട് തന്നെ ഒരു ജാഗ്രതയായിട്ടുള്ള അവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നതും പട്രോളിംഗ് അടക്കം അതുകൊണ്ട് തന്നെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആശുപത്രിയിൽ ഇപ്പോഴും ഈ ഒരുപാട് പേർ 3-ലധികം ആളുകളാണ് പരിക്കേറ്റവരിൽ ഗുരുതരമായി തന്നെ തുടർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ മരണസംഖ്യ ഇനിയും വർദ്ധിച്ചേക്കാം എന്നുള്ളൊരു ആശങ്ക കൂടിയാണ് നിലനിൽക്കുന്നത്. ശരി, എന്തായാലും അർജുൻ പറഞ്ഞ പോലെ ഈ സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ആയിട്ടുള്ളത്. അതിൻ്റെ മറ്റൊരു കൺക്ലൂഷനിലേക്കൊന്നും എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. വിശദമായ പരിശോധനകൾ എല്ലാ ആംഗിളും പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഈ വാഹനം ഏതാണെന്ന് ഏറെക്കുറെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പൊട്ടിത്തെറി ഉണ്ടായ വാഹനം. ഇനി അതിൻ്റെ ഓണറിനെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട് എന്നൊക്കെയാണ് നമുക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. അത് എന്തായാലും അന്വേഷണ ഏജൻസികൾ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ മാത്രമാണ് അതിനൊരു ഔദ്യോഗിക സ്വഭാവം വരികയുള്ളൂ. ബാക്കിയെല്ലാം കൃത്യമായ സൂചനകൾ വെച്ചേ നമുക്കിത് പറയാൻ കഴിയും. എന്തായാലും NIA കൃത്യമായി അന്വേഷണ രംഗത്തുണ്ട്. ഒപ്പം മറ്റ് ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ഡൽഹി പോലീസും അവരുടെ ആൻറ്റി ടെറർ സ്ക്വാഡും ഒക്കെ അന്വേഷണ രംഗത്തുണ്ട്. ഇതിൻ്റെ വഴികൾ ഏത് വിധത്തിലാണ് ഈ വാഹനം അങ്ങോട്ടേക്ക് എത്തിയത്, ഈ ആരൊക്കെയാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾ നേരത്തെ അർജുൻ പറഞ്ഞ പോലെ ഉത്തർപ്രദേശുകാരനായ ഒരാളുടെ ഐഡൻറ്റിറ്റി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റാരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ മരണസംഖ്യ എന്നത് 8 എന്നത് അവിടെ ആശുപത്രിയിലേക്ക് എത്തിച്ച ആളുകളുടെ അല്ലെങ്കിൽ ആശുപത്രിയിലുള്ള ആളുകളുടെ കണക്കാണ്. ഒപ്പം ചില ആളുകളുടെ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. അതൊക്കെ അതേ നിലയ്ക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു തിരിച്ചറിഞ്ഞ് വരാനൊരു കുറച്ച് കാലതാമസം എടുത്തേക്കാം. അതുകൊണ്ടാണ് നിലവിൽ ഒരു ഔദ്യോഗിക രൂപത്തിൽ 8 മരണം എന്ന് നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ 13 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. കാരണം അത്രയും വലിയ സ്ഫോടനമായിരുന്നു. ഒരു കാറ് പൊട്ടിത്തെറിക്കുന്നു, അതിൻ്റെ പിന്നിലും മുമ്പിലും ഒക്കെ ഉണ്ടായിരുന്ന വാഹനങ്ങളിലേക്ക് എത്തി ആളിപ്പടരുന്നു. അതിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ അപകടത്തിൽപ്പെടുന്നു. പൊള്ളലേറ്റാണ് ഈ ആളുകളുടെ മരണം. അപ്പോൾ അത് വലിയ അർത്ഥത്തിൽ ആളുകൾക്ക് പരിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തൊട്ടടുത്ത് തന്നെ ആശുപത്രി ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്കൊക്കെ വേഗത്തിൽ ആളുകളെ എത്തിച്ചു എന്നതൊക്കെ എടുത്തു പറയണം. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടു കുറച്ചധികം പേർക്കെങ്കിലും എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. എല്ലാവരും നമുക്കറിയാം, ഇന്നത്തെ ആ സമയം എന്ന് പറയുമ്പോൾ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയമാണ്. വീട്ടിൽ അച്ഛനെയും അല്ലെങ്കിൽ മകനെയും അല്ലെങ്കിൽ മകളെയും അമ്മയും ഒക്കെ കാത്തിരുന്ന ആളുകളുണ്ടാകാം. അവരുടെ അടുക്കലേക്കാണ് ഇപ്പോൾ പലരും, എനിക്ക് തോന്നുന്നു പല വീടുകളിലും ഇപ്പോൾ വീട്ടിലേക്ക് എത്താൻ ആരെങ്കിലും വൈകിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ കിട്ടിയില്ല എങ്കിലൊക്കെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന സമയമാകും. കാരണം പ്രത്യേകിച്ച് ഈ മേഖലയിൽ ജോലിക്കായിട്ടോ അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട് എന്ന് അറിയുന്ന ഈ മെട്രോയിലൂടെയൊക്കെ യാത്ര ചെയ്ത് വരുന്ന ആളുകളുടെ വീടുകളിൽ ഇപ്പോൾ ഇതുവരെ സമയം 10:45, 11 മണി ആകാറാകുന്നു. ഈ സമയത്തും വീട്ടിലേക്ക് എത്തിച്ചേരാത്ത ആളുകളുടെയൊക്കെ വീടുകളിൽ വലിയ ആശങ്കയുണ്ട്. അവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടുമില്ല എങ്കിൽ വലിയ ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാകും. അവരാരെങ്കിലും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നത്. എന്തായാലും നിലവിൽ ഒരാളെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്നാണ് മനസ്സിലാകുന്നത്. ബാക്കിയുള്ളവർക്ക് അവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പരിക്കേറ്റവരുടെ ബന്ധുക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നു.